ഈ സോൾജേഴ്സ് ഒരു റൂമിനകത്ത് നിൽക്കുമ്പോൾ ആരോ റൂമിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. ടോമിനൊപ്പം ഉണ്ടായിരുന്ന 2 സോൾജേഴ്സ് വെടിയേറ്റ് മരിക്കുന്നു. അത് കണ്ട് ഷോക്കായ ടോം എനിമീസ് തന്നെ കണ്ടാൽ കൊല്ലുമെന്ന് വിചാരിച്ച് ആ ബോഡീസിനൊപ്പം കിടന്ന് മരിച്ചതുപോലെ ആക്ട് ചെയ്യുന്നു. അതേസമയം തന്നെ എനിമി സോൾജേഴ്സ് അകത്തേക്ക് വരുന്നു. മേലുദ്യോഗസ്ഥൻ ആർമിയിലെ തന്റെ അനുഭവങ്ങളെ പറ്റി വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തറയിൽ കിടക്കുകയായിരുന്ന ടോമിന്റെ ഫേസിൽ വെയിലടിക്കുന്നു. അയാൾ ഉടനെ അവർ തന്നെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നത് കണ്ട് വെയിലിൽ നിന്ന് നിരങ്ങി മാറുന്നു. പക്ഷെ ഈ സോൾജർ അത് കാണുന്നു. അയാൾ അത് പറയാൻ തുടങ്ങിയതും മേലുദ്യോഗസ്ഥൻ അത് തടഞ്ഞ് വീണ്ടും വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു കൊതുക് വന്ന് ടോമിന്റെ ഫേസിൽ ഇരിക്കുന്നു. കണ്ണു ചിമ്മുന്ന നേരം കൊണ്ട് ടോം അതിനെ കൊല്ലുന്നു. ഈ ഓഫീസറിന്റെ ശ്രദ്ധ വീണ്ടും ടോമിലേക്കാവുന്നു. അത് കണ്ട മേലുദ്യോഗസ്ഥന് ദേഷ്യം വരുന്നു. ഉടനെ അയാൾ ഒരു വെപ്പൺ എടുത്ത് ടോമിനെ കുത്തുന്നു. പക്ഷെ ടോം വിദഗ്ധമായി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ടും ആ ഉദ്യോഗസ്ഥൻ അവൻ മരിച്ചെന്നും അവന്റെ ബോഡി ബൗൺസ് ചെയ്യുന്നതാണെന്നും പറയുന്നു. അത് കണ്ട് ദേഷ്യം വന്ന സോൾജർ മേലുദ്യോഗസ്ഥനോട് തർക്കിക്കുന്നു. മേലുദ്യോഗസ്ഥൻ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. അയാൾ ടോമിന്റെ അടുത്ത് തന്നെ മരിച്ചു വീഴുന്നു. നോക്കുമ്പോൾ ആ ബുള്ളറ്റ് അയാളുടെ ബോഡിയിലല്ല കൊണ്ടത്. ആക്ച്വലി അയാളും ടോമിനെ പോലെ മരിച്ചതുപോലെ ആക്ട് ചെയ്യുന്നു.